ഇന്നത്തെ മീൻ എന്താ ഒരു കളറില്ലാത്ത നിരച്ചല്ലോ. വെയിൽ കൊണ്ടിട്ടാണ് മീന്. അപ്പൊ അതവിടെ പറമ്പിലെ കിടക്കുക, കടലിലൊന്നല്ല ഇപ്പൊ കിടക്കുന്നത്. കടലിൽ വെയിൽ കൊള്ളില്ലേ സുകന്യെ? മീനെന്താ നിരച്ചക്കണെന്ന്. കടലിൽ കിടക്കുമ്പോ വെയിൽ കൊള്ളാൻ പാടില്ലേ? ഇതാണ് നമ്മുടെ പുതിയാപ്പിളക്കോര കിളിമീൻ എന്നൊക്കെ പറയില്ലേ, ആ മീനാണ് കേട്ടത്. അപ്പോൾ ഇത് നമുക്ക് പകുതിക്ക് നമുക്കിവിടെ ഒരു മീൻ വളർത്തിയാലോ? വളർത്തു മീനോ? വലിയ അച്ഛൻ്റെ അടുത്ത് പറയേ. നമുക്ക് ഇന്നെ അങ്ങോട്ട് ആക്കരുത്. എന്റെ മുടി പൊന്നു വാന്റെ മുടി നോക്ക് സുകന്യെ. നിന്റെ മുടി അയച്ചാ നീ കെട്ടിത്തരേണ്ടി വരും കേട്ടോ. എന്താ ഈ പറയുന്നത്? വളർത്തുന്ന മീന് വാങ്ങി. എന്തിനാണ് നിനക്ക് വളർത്തുന്ന മീന്? ഈ മീനിന്റെ ഒരു ചന്തല്ല, പിന്നെ വെറുതെ മീൻ വാങ്ങിട്ട് എന്താ കുഞ്ഞിന് കാര്യം? ഇത് കിളിമീൻ കുറച്ച് കഴിയുമ്പോഴേക്ക് ചന്തം പോവാണ്. ഇതെന്ത് ചന്തള്ള മീൻ വെച്ചിട്ടാ? എന്ത് രസാണ് ഇത് കഴിക്കാന്നറിയോ? മഞ്ഞ കളറ്, പച്ച കളറ്, വയലറ്റ് കളറ്, റോസ് കളറൊക്കെ ഉള്ളൊരു മീനാണ്. ഇതിപ്പോ എന്ത് മീനപ്പോ ഇത്? സുകന്യെ വല്ല വെയിലത്തിട്ട് തുണി നരച്ച പോലെ ഉണ്ട്. പച്ച കളറുള്ള മീൻ എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന നിങ്ങള്? ഒരു മഞ്ഞ കളർ കണ്ടില്ലേ? അതൊന്നുകൂടെ മൂത്ത് കഴിഞ്ഞ് പച്ച കളറാവും. അപ്പോൾ അതന്നെയല്ലേ ഞാൻ പറഞ്ഞു, കിളിയുടെ കുറവല്ലേ ഉള്ളൂ. അപ്പം അതന്നെ പറഞ്ഞത്, കിളിയുടെ കുറവേ ഉള്ളൂ, പച്ച കളറിനാണേ. അപ്പം അതന്നെ പറഞ്ഞു കുട്ടിയെ. എന്താണ് ചെയ്യ? നാളെ ഏപ്രിൽ ഫൂൾ അല്ലേ? ആർക്കാ പണി കൊടുക്കാൻ നിൽക്കുന്നത്? സുകന്യക്ക് കൊടുത്താലോ? എപ്പോഴും ഞാനാണ് വാങ്ങിക്കൂട്ടല്. സുകന്യക്ക് ഇപ്പം നാളെ ഏപ്രിൽ ഫൂളാണ്. സുകന്യ രാവിലെ തന്നെ ഒന്ന് ഫൂൾ ആയിക്കോട്ടോ. വെറുതെ എല്ലാവരും വരുന്നതിന് മുന്നേ വെറുതെ ഫൂൾ ആയിക്കോ. ഇങ്ങനെയൊക്കെയാണല്ലോ ഒരാളെ ഫൂളാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ അരി കഴുകി ഇടുക കേട്ടോ. അനിയൻ പല്ലിയേച്ച് വന്നിട്ട് ഇടത്തിയമ്മ അവിടെ ഒരു മയിൽ ചത്ത് കിടക്കണമെന്ന്. ഞാൻ മയിൽ ചത്തക്കല്ലേ, ഇവിടെ മയിലുകളാണെങ്കിലും ഇഷ്ടം പോലെ അല്ലേ. ഞാൻ പോയി നോക്കുക, മയിൽ പോയിട്ട് കുയിലില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അമ്മയെല്ലാവരും പാടെ ചിരിക്കുമ്പോഴാണ് ഏപ്രിൽ ഫൂളാണ് എന്നുള്ള ഓർമ്മ വരുന്നത്. 10 മണി വരെയല്ലേ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ പറ്റില്ല. 12 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അത് 10 കഴിഞ്ഞാൽ പിന്നെ ഫൂളാവില്ല. 10 മണി വരെ പറ്റും. വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫൂളാക്കി കണക്ക് കൂട്ടില്ലേ. ആരപ്പ ഈ സമയം പറഞ്ഞത്? മുഹൂർത്തൊക്കെ ഉണ്ട് ഇതിനെന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യലേ? എന്തുകൊണ്ടോ സുകന്യ ഏപ്രിൽ ഫൂൾ പറഞ്ഞ? എന്താ എങ്ങനെ ആക്കണത്? സുകന്യെ അറിയില്ല. സുകന്യെ അനക്കറിയില്ല. വിഡ്ഢികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം. കെട്ടിയോട് ചോദിക്കേ സുകന്യെ, വിഡ്ഢികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം, അതായിരിക്കും. വിഡ്ഢികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം അല്ലേട്ടാ? അതപ്പാ വന്ന വാടാ. കൊത്തുകൊണ്ട് വയ്യാതെ കാരണം വായ. മറ്റവനല്ലേ കുറ്റം പറയണ്ട ഏട്ടാ, ഇവനെയാണ് കൊടുക്കേണ്ട അടി. ഇവനാണ് മറ്റവരെയൊക്കെ നാശാക്കണത്. തല്ലൂടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് വത്സലടുത്ത വീട്ടിൽ പോയിട്ട് തല്ലൂടാൻ പോയിട്ട് കൊത്തുവിടാൻ പോയിട്ടല്ലേ. അപ്പം അങ്ങനെ വേണം. അവൻ മര്യാദയ്ക്ക് അവൻ്റെ പണി നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാൻ കുട്ടികളെ നോക്കണ പോലെ നോക്കിയിട്ട് എന്താ അവനെ കാര്യമുള്ളത്? ഒന്ന് ആലോചിച്ചൊക്കെ. ഇന്നലെ കൂടെ അടക്കം പൊളിച്ചു അവൻ. അതന്നെ പറയുന്നത്. ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്നില്ലേ, ഉറപ്പാണ്. എനിക്കിത് നരകം കാണാൻ വയ്യ എനിക്ക്. എന്താന്ന് എല്ലാരും കൊല്ലരുത് സുകന്യ, ഒരാളെങ്കിലും ഒഴിവാക്ക്. കണ്ട ബിസ്ക്കറ്റ് ഏട്ടൻ വാങ്ങിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് അല്ലേ? മാക്രിസ്റ്റോ ഈ അനിയട്ടൊക്കെ ഒരു പണി വന്നിട്ട് ഇതപ്പം മീൻ നേരേക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പേര് നന്നല്ല. കുഞ്ഞാക്കിന് നട്ടത് തണുത്തോളം. അച്ചുവിന്റെ വെള്ളക്കുപ്പി. എന്താ സൂര്യ ഇങ്ങനെ ഇരിക്കണത്? മേമ ഫോണ് തരികയാണോ? പച്ചക്കറി
കണ്ടോ 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 അപ്പൊ പാന്റ് പോക്കറ്റിലൊക്കെ പോയിട്ട് പോരായപ്പോ ഏട്ടാ 2 പൊറോട്ട കഴിച്ചു ഉത്തരവൻ. ആ 2 പൊറോട്ട കഴിച്ചോ നിങ്ങൾ പുറത്തിറക്കുമ്പോ നല്ല മിനുണ്ടല്ലോ ഇപ്പൊ ഏട്ടാ അതിന് കുട്ടി ഇങ്ങനെ കാണാണ്ടാവില്ലല്ലോ പച്ചക്കറി സെഞ്ചിയിലും ചട്ടുകടിയിലൊക്കെ പോയിട്ട് പൂട്ടി കിടക്കുവോ എന്താ ചെയ്യ സോനി എന്താ അങ്ങനെ ആയി കഴിഞ്ഞ നീ സ്റ്റവിന്റെ അടിയിൽ നോക്കി നോക്ക് ആ ഫീസറിന്റെ ഉള്ളിക്ക് മീൻ എടുത്ത് വെക്ക് വേഗം ആവട്ടെ. കുഞ്ഞപ്പോ ഷർട്ട് ഇട്ടാ എന്താ നിങ്ങളൊക്കെ ഷർട്ട് എന്താ ഇനിയുടെ ഷർട്ട് ഇടുന്ന് പറയുന്നത് നിങ്ങള്? എമ്മാതിരി ചൂടാണ്, മറ്റുള്ളവർക്ക് ഇത് ഊരിയിട്ട് നടക്കാൻ പറ്റാത്ത കൊണ്ടാണ്. നിങ്ങളത് ഊരിട്ടുണ്ടോ അല്ലാതെ എന്താ പറയുന്നത്? കുട്ടിക്ക് ടീഷർട്ട് കയ്യിൽ ഇട്ട് കൊടുക്ക്. എമ്മാതിരി ചൂടാച്ചട്ടാ ടീഷർട്ട് എന്താ കുഞ്ഞുണ്ണി സത്യം പറയാച്ചല്ലേ, പൈപ്പിലൊരു തുള്ളി വെള്ളമില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുട്ടികൾ തെരുതെരിനെ തുണി ഇട്ട് മാറ്റാനായ വെള്ളമില്ലാണ്ട് ഇവിടെ കൊണ്ടിട്ടത് തിരുമ്പണത്. 2 ദിവസം കഴിയട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം പൈപ്പത്തെ വെള്ളം കുഴക്കിണറടിച്ച് വെള്ളം കിട്ടട്ടെ, എന്നിട്ട് ഒരു ദിവസം ഒരു 5-6 ഊരിട്ടോട്ടെ. നന്നായി പോരെ? ഓരോ ദിവസം 5-6 ഊരിട്ടോട്ടെ എന്നാ പറഞ്ഞേ. ആ എന്നാ വെള്ളം ഉണ്ടല്ലോ, വെള്ളപ്പാത്രത കൊണ്ട് ഏട്ടെങ്ങനായി ഞാന്. നിങ്ങക്ക് എങ്ങനെ വെച്ച് കടന്നിറങ്ങി നീ അവിടെ വെച്ചോ? എന്റെ അടുത്ത് പറയണേ എന്തൊക്കെ തോന്നില്ലേ? അത് ഇങ്ങനെയൊന്നും അല്ല സൂന്യെ, അത് ഇത്രയൊന്നും ഇല്ല. അവരത് കഴുത്തിലിടുകയും ചെയ്യും. ഇതിപ്പോ അതല്ല, അവിടെ ഇന്നലെ ഉറങ്ങുകയും ചെയ്തില്ല ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ട്. അപ്പോ ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഇന്ന് അവൾക്ക് വേറെ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന് അച്ചു എല്ലാവരുടെ പോലെയല്ല കേട്ടോ. അച്ചു അവൾ അങ്ങനെ കണക്കുണ കഴിക്കണ പറഞ്ഞിട്ട് ഒന്നും ചോദിക്കില്ല. ചോദിക്കണത് ഒരു 1-1.5 ചോദിക്കുള്ളൂ എന്ന് മാത്രം. ഒരു വാച്ച് വേണം പറഞ്ഞിട്ട് വാച്ച് അച്ഛാ വാങ്ങിത്തരും. അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു വാച്ച് കിട്ടിയില്ല അച്ചു. ആ വാച്ച് അവള് നിധി പോലെ നോക്കുന്നുണ്ട്. ആ വാച്ച് അവൾ തന്നെയാണ് കറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത് നോക്കലുള്ളൂ. ബാക്കി ആരും ചെയ്യില്ല. സുനി ചാർജ് ചെയ്യുന്നുണ്ടോ? എവിടെ ചാർജ് ചെയ്യേണ്ടത്? സുകന്യക്ക് വാച്ച് വാങ്ങിക്കൊടുത്തു അനിയേട്ടൻ. എനിക്കൊരു വാച്ച് വാങ്ങി തന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയല്ലോ, എനിക്കില്ല ഇത് ഓർമ്മയേ ഉണ്ടായില്ല. ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. ഞാനൊരു മന്ദബുദ്ധിന്ന് പറയുന്നത് ഓർമ്മയേ അപ്പോഴും ഓർമ്മ ഇല്ല. സത്യം എനിക്ക് ഒന്നും വേണ്ട. വലിയ ഇടയ്ക്ക് ഡ്രസ്സിനനുസരിച്ച് വളയൊക്കെ വാങ്ങട്ടോ, കുപ്പികളൊക്കെ വാങ്ങട്ടോ. ആ കല്യാണത്തിന് അതൊക്കെ ഇടണം. രാവിലെ എല്ലാം ഒരുങ്ങിക്കെട്ടി ഇതാവുമ്പോ ഉണ്ടാവും അത് ഇടാനുള്ള. നോക്കിയിട്ടൊക്കെ കഴുകാണ്ട് തിന്നണത് മൊയലെ. പിന്നെ ക്യാരറ്റ് പച്ചക്ക് കഴുകാണ്ട്. അതൊന്നും കഴുകേണ്ട ആവശ്യമില്ല. എന്തൊക്കെ വിറ്റാമിൻ ഉണ്ടാവും. ആരാ പറഞ്ഞ വിഷം അടിക്കാൻ കിട്ടുമ്പോ? അതില് വിഷമൊന്നുമില്ല സൂര്യ, അത് മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്നതാ. അത് അളിയാൻ വേണ്ടിട്ടൊന്നും ചെയ്യില്ല. അത് മണ്ണിന്ന് എടുത്തിട്ട് വിഷം മുഖ്യ മാത്രമേ ഉണ്ടാവൂ. ഇതൊന്ന് വേഗം നുറുക്ക് എന്താ 2 മണിക്കൂർ എന്തായാലും വിഷം അടിക്കില്ല. നീ ധൈര്യമായിട്ട് തിന്ന വിഷല്ലേ, വേറൊന്നല്ലല്ലോ. എന്താ ഇത് കേട്ടോന്ന് വേറെന്തോ അതിൽ പരത്തിന്ന് വിഷല്ലേ. എന്താവാനാണ് എല്ലാവരും പേടിക്കാൻ പാടുണ്ടോ? അതാ ബിസ്ക്കറ്റ് നോക്ക് വെറുതെ പടട്ടക്കണം. ഇതാ ഏട്ടൻ്റെ അടുത്ത് ഞാൻ അതന്നെ പറഞ്ഞത്. ഇതാണ്ടോ അതിന്റെ ക്രീം മാത്രം തന്നിട്ട് ഞാനും കളയേ. ഞാൻ വിചാരിച്ചു ഇത് ഈ അരച്ചിട്ട് കളഞ്ഞപ്പോ കളയെടുക്കണേ വെച്ചു. കണ്ടോ എന്റെ കുഞ്ഞുണ്ണിയുടെ പണിയത്. അത് പൊന്നൂസിന്റെ പണിയല്ലേ? പൊന്നൂസിന് എടുത്ത് കൊടുത്താണല്ലേ. ഞാൻ പൊന്നൂസിന് വേണം. ടീച്ചറുണ്ട് തിന്ന് കളയണ്ട, ഒന്നും കളയണ്ട. ഈ മീൻ കഴിച്ചിട്ട് ഒരുപാട് ഐസ് തന്നെ. ഏട്ടൻ ഉണ്ടായിരുന്നില്ല. നിങ്ങളല്ലേ എനിക്ക് തരണം നല്ല തിന്നില്ലേ?
നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചില്ലേ? ഞങ്ങൾക്ക് വന്നോ? ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഞാൻ ശരി എനിക്ക് തേരാണ്ടങ്ങൾ ഉണ്ടാക്കി തിന്നോളൂ. ആവു ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇതെന്താ കാണിക്കുന്നത്? നിങ്ങളാണ് അങ്ങനെ ചെയ്യുക. പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാണ്ട് ബിരിയാണിയും കഴിച്ചിട്ട് വരും, പൊറോട്ടയും കഴിച്ചിട്ട് വരും, ഒക്കെ കഴിച്ചിട്ട് വരും. ഞങ്ങള് പാവങ്ങള്. ആര് ആര് പുറത്തു പോയിട്ട് കേട്ടില്ല. പറയണം നിങ്ങളത് പറയണം, ഞാനത് കേക്കണം അല്ലേ? നിങ്ങളൊക്കെ പറയും. ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അനിയേട്ടൻ്റെ കൂടെ പോകുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആകുമ്പോൾ നല്ല പോലെ ചിക്കൻ ബിരിയാണി, ഊണ്. എനിക്ക് അധികമല്ലേ സാധാ നമ്മുടെ ചോറില്ലേ, ചോറും ബീഫും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ബീഫ് കഴിക്കുമെന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമല്ലേ സൂന്യത്? ചേക്ക തല്ലിയിട്ട് നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ കാട്ടുകോഴി. വേണ്ടത് വറക്കട്ടെ നാളെ. ഇതുകൊണ്ട് എന്ത് ജ്യൂസ് അടിക്കുക? ആകെ ഒരെണ്ണം കൊണ്ട് അത് മാമയ്ക്ക് അമ്പോ കുട്ടിക്ക് രണ്ടെണ്ണം എടുത്ത് കൊടുക്കും. ഒരു ഗ്ലാസ് അടിച്ചാൽ മതിയല്ലോ. അത് മാമയ്ക്ക് കുറച്ച് ജ്യൂസ് അടിക്കാനടാ. അപ്പോഴേ കുട്ടിക്ക് തരേ, കുട്ടിക്ക് മണിയാക്കിട്ട് കുട്ടിക്ക് തരാം. എന്താ അവനിപ്പോ ക്ലാസ്സിലൊരു ഉറുമ്പ് വിട്ടെടുക്കണാണ്. ചോറില് കോഴി വിട്ടെടുക്കുന്ന ഒരു കുഴപ്പമില്ല. ഇന്ന് കോങ്ങാട് സത്യം അറിയാച്ച ഒന്ന് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക. വെള്ളം വരാനേ സാധനങ്ങൾ വാങ്ങാൻ പോണ്ടേ. അത് പറ കോങ്ങാട് പറഞ്ഞെങ്കിൽ എന്താ പേര്? അമ്മൂനില്ലേ ചെരുപ്പ് ഏട്ടാ, അതെത്ര കോങ്ങാട് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം. എല്ലാരും കാണാം. ഒരു വെള്ളക്കുപ്പി വാങ്ങി എല്ലാരും പൊക്കി പിടിച്ചിങ്ങനെ നിന്നാ മതി. അച്ചു തൈര് കൊടുക്കണോ ഏട്ടന്? തൈരൊന്നും കൊടുക്കണ്ട, ചുമ വരും. ആകെ പുലിവാലൊന്നുമില്ലേ. നമ്മുടെ കിച്ചുവിനെ കാണുമ്പോഴേ എല്ലാവരും പറയുന്ന ഒരു ചോദ്യമാണ്, ഇന്റെ പോലെ ഇന്റെ ഏട്ടന്മാരുടെ പോലെയാണ് കിച്ചുട്ടൻ എന്നുള്ളത് കേട്ടോ. ഏട്ടാ എല്ലാവരും പറയണേ ഇവിടെ കിച്ചുട്ടല്ലേ ഇന്ത്യയും ഇന്റെ ഏട്ടന്മാരുടെ പോലെയാണെന്ന്. ശരിക്ക് അമ്മു അച്ഛൻ്റെ പോലെയല്ല കേട്ടോ. അമ്മു ശരിക്കും ഏട്ടൻ്റെ അമ്മയുടെ പോലെയും പെങ്ങളുടെ പോലെയാണ്. അവരങ്ങനെ നീ എൻ്റെ പോലെ അച്ചു. എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിൽ എൻ്റെ മുഖം അച്ചുവിൻ്റെ മുഖം ഒരേപോലെ ആയിരുന്നു അല്ലേട്ടാ? എൻ്റെ ആ ഫോട്ടോ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ പോലെ തന്നെ അല്ലേ ഇവളുടെ മുഖം? ഇങ്ങനെ ഇവിടേക്ക് ഇതായിട്ട് അല്ലേട്ടാ? ആണോ? ആദ്യം നീ അത് കാട്ടിക്കൊടുക്ക. ഞാനും എന്താ ചെയ്യേണ്ടത്? ഞാൻ നിന്നെ അവൾക്ക് ഫോട്ടോ കാണിച്ചെടുക്കാണ്ട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദ്യം? എന്തൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. എന്തൊരു ഉദാഹരണമാണ് അല്ലേ? എന്താ ഇത്? എന്റെ ദൈവമേ, ആ വെള്ളക്കുപ്പിയും കൊണ്ടുള്ളൊരു ഈ മീനിനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ മീൻ പൊടിയും. ഈ മീനേ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ മീൻ പൊടിയും. ഈ മീനിൻ്റെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കടപ്പുറത്ത് ഭാഗത്ത് ഒരു വീട്ടിൽ പണിയുമ്പോൾ അവിടുന്ന് അവർ പിടിച്ചിട്ട് അപ്പം ഞങ്ങൾ പണിയുന്ന സമയത്ത് ഉച്ചയ്ക്ക് അങ്ങനെ പോയിട്ട് ആൾ വലയിട്ട് പിടിച്ചിട്ട് അപ്പം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പണി മാറ്റി വരുമ്പോൾ തന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ തന്നിട്ട് അന്ന് ആ ഹോട്ടലിൻ്റെ അടുപ്പിൽ പോയിട്ടുണ്ടാക്കി. ആ ഹോട്ടൽ താഴത്തിൻ്റെ ഹോട്ടൽ ഞാൻ കാണിച്ചതില്ല, റൂമിൻ്റെ ഹോട്ടല്. ബെഡ്റൂം വരെ അതിലിരുന്ന് ഉണ്ടാക്കി. അയ്യോ എന്താ ഈ മീനൊരു ടേസ്റ്റ് വെച്ചിട്ടാ. നമ്മുടെ അവിടെ വരുമ്പോ ഈ ടേസ്റ്റ് ഒന്നല്ല, മീനിന് പ്രത്യേക ടേസ്റ്റാ. നമുക്ക് കോഴിക്കോട് വീട് സ്ഥലം വാങ്ങിയാലോ? ആരാപ്പോടെ വെറുതെ നമുക്ക് കുറച്ച് ദിവസം വാടകയ്ക്ക് താമസിക്കാൻ പോയാലോ? ഏട്ടന്റെ ഏട്ടൻ എപ്പോഴും ഏട്ടന്റെ ഒരു ശരിക്കും ഞങ്ങള് കോഴിക്കോട് തന്നെ ആവേണ്ടതാണ് കേട്ടോ. അനിയേട്ടനെ അവിടെ സ്ഥിരമാവാൻ നിന്നതാണ് ഇല്ലേട്ടാ. കുട്ടികളെയൊക്കെ ചേർത്താൻ വേണ്ടിയിട്ടൊക്കെ നിന്നത് ഞങ്ങള്. അപ്പോൾ ഇവര് ചെറിയ കുട്ടികളായതുകൊണ്ട് വീട്ടുകാർക്കില്ലേ
വിടാനൊരു മനസ്സിനൊരു മടി. കുട്ടികളെയും കൊണ്ട് പോണോ? പൊന്നൂശൊക്കെ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു എന്നാ. ആ അല്ലെങ്കിൽ ഞങ്ങള് ഫാമിലി അന്നേനെ പോ മുട്ടയിലെ അപ്പയ്ക്ക് ഏട്ടൻ്റെ അച്ഛനൊക്കെ എന്താ പറയാൻ തുടങ്ങിട്ടോ, അത് വേണ്ട, കുട്ടികളെയും കൊണ്ട് പോകണ്ട, ഒറ്റയ്ക്ക് പോയി നിൽക്കണ. ഇല്ലെങ്കിൽ ഞങ്ങള് ഇപ്പൊ സത്യം അറിയാച്ച അവിടെ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവില്ല ഏട്ടാ, തോന്നണ്ടേ? മറ്റേതെന്താ മീൻ വറുത്തോളി. എന്ത് വിധി ഇത് രസവിനെ, എന്താ ചെയ്യേ? എവിടെ കേറിക്കണ കുഞ്ഞ്, എന്താ തട്ടുമ്പോ കൂത്ത്? കുഞ്ഞ നീ കണ്ടോ? നീ ഒരാള് കാരണം അതൊക്കെ അമ്മ തെരയിലോട് തെരയില് കണ്ടോ? വറുത്തോ മീന്? ആദ്യം ഫോണൊന്ന് കിട്ടിയല്ലേ എന്തെങ്കിലും വറക്കണ്ട, ഞാൻ വന്നിട്ട് വറക്കാന്നാ. നീ ഫോണ് അപ്പൊ ആ മീൻ ഇതിങ്ങനെ പൊടിഞ്ഞൂട്ടോ. ഞാൻ ഏട്ടന് അപ്പുറത്താണ്, ഏട്ടന് ഭക്ഷണം കൊണ്ടേ കൊടുക്കട്ടെ കേട്ടാ. എന്റെ ഫോണ് വേണം നമുക്ക്. അമ്മു ഈ അങ്ങോട്ട് ഇത് അങ്ങനെ തുറക്കാൻ പറ്റില്ല, ഇത് ഒരുപാട് രഹസ്യങ്ങളുള്ളതാ. സുകന്യെ അതിലൊരു രഹസ്യം ഉണ്ടായില്ല, അതിലൊന്നും ഉണ്ടായില്ല. കുട്ടികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് ഉണ്ടാവും, വേറൊന്നുമില്ല. അപ്പം ഞാനേ പോട്ടെ, ഇതിന് എവിടെന്നാ വെള്ളം എന്ന് വിചാരിക്കണില്ലേ? അതെന്തിനാ, എന്താ വെള്ളം എന്ന് കാണിച്ചു തരാട്ടാ. എന്താ വെള്ളം? എവിടെയാണ് വെള്ളം എന്ന് കാണിക്കണ്ടേ? ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളം ഒപ്പിക്കുകയാണ് കേട്ടോ. വെള്ളം കമ്മിയായിട്ടാ. ഇതാ കണ്ടോ, ഇത് നമ്മുടെ ഐസ്ക്രീം കൊണ്ടുവന്നില്ലേ, ആ പെട്ടിയിൽ വെള്ളമാക്കി വെച്ചതാണ് കേട്ടോ. വെള്ളം കമ്മിയായിട്ട് ഇതാവുമ്പോൾ എന്താ പറയുക, കുറേ ഇതിലങ്ങോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൂല്ലേ പൂല്ലേ ഇനി അടുത്ത പ്രാവശ്യം കൂടി എനിക്കുള്ളത് വെള്ളം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ആവശ്യമുള്ളത് മാത്രമേ തിരുമുള്ളൂ, ആവശ്യമില്ലേ നമുക്ക് അന്നന്ന് ഇടാൻ വേണ്ടത് മാത്രം. മറ്റേതൊക്കെ അതാ ഉണ്ടോ അതിൽ കൊണ്ട് ഇട്ടേക്കാണ്. ഇത് കല്ലിൽ തിരുമ്പുള്ളതാ കേട്ടോ. പിന്നെ വേഗം കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു ഇതാക്കി വേണ്ടുള്ളൂ. എന്താ ചെയ്യണല്ലേ? ഇത് ഏട്ടൻ്റെ മറ്റേ ഷർട്ടും കൂടി എടുത്തിട്ടെ. വെള്ളം കണ്ടോ? വെള്ളം വരും, വെള്ളം വിട്ട ഇതിൻ്റെ അത് എത്രയേ ഉള്ളൂ കേട്ടോ, വെള്ളം ഇത്രയേ ഉള്ളൂ, ഇത്ര. അയ്യോ, ഇനി ഇതിൽ നമ്മുടെ കുളിയും കഴിയണം. കുളിക്കണം, ബാത്റൂമിലേക്ക് വെള്ളം എടുക്കണം, ഈ തുണി തിരുമ്പാൻ ബാക്കി വരുന്ന വെള്ളം എടുക്കണം. എൻ്റെ ഭഗവാനെ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കെങ്കിലും പൈപ്പിൽ വെള്ളം വന്നാൽ മതിയായിരുന്നേ. 3 ദിവസമായില്ലേ? അയ്യോ, നാളെ കുഴൽ കിണറടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ വെക്കണ വരെ ഒരു സാവകാശമാണല്ലേ. എന്തെങ്കിലും ഈ ഒരു നരകം വല്ലാത്തൊരു നരകമാണ്, വെള്ളമില്ലാത്തവർക്ക്. ഇതിൻ്റെ എല്ലാ കൊല്ലമുള്ള പതിവാണ്. ഇപ്പോൾ ഒന്നാമത് വേനൽ കൂടി വരികയാണ്, വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അത് മാത്രമല്ല, വെള്ളത്തിന് ഇനി കരുതിയിരുന്നില്ലെങ്കിലേ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ബുദ്ധിമുട്ടല്ല ഈ വെള്ളത്തിന് അല്ലേ? പക്ഷേ ഇപ്പോൾ കൂടി വരിക, മറ്റേത് ഇത്ര തന്നെ ഉണ്ടായിരുന്നില്ല. എന്താ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെ വെള്ളം എൻ്റെ അച്ചു കഴിഞ്ഞെല്ലാം വലിയ കാര്യമായിട്ടുണ്ടല്ല. കഴിഞ്ഞെല്ലാം 1.5 മാസം എത്ര കനാൽ വെള്ളം നിന്ന്? 1.5 മാസം. ഇപ്രാവശ്യം കിണറ്റിൽ ഇപ്രാവശ്യം കനാലിൽ വെള്ളം വിട്ടിട്ട് എത്ര പറഞ്ഞിട്ടാ കുറേ കേട്ടോ. കനാലിൽ വെള്ളം വെള്ളം കിട്ടിയല്ലോ, അപ്പോഴേക്ക് വെള്ളം നിർത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ചിലപ്പോൾ വെള്ളം വിടുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ നല്ല വേനലിലേക്ക് മാറ്റി വെച്ചിരിക്കും. പക്ഷെ അതുവരേക്ക് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമുക്കൊക്കെ കുളിക്കാതിരിക്കാൻ പറ്റുമോ? കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഞാനിതിലേ കല്ലിൽ കൊണ്ടുപോയി തിരുമ്പട്ടെ വിചാരിച്ചിട്ടേ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണില്ല കേട്ടോ, നല്ല വെയിലാണ്. ഇത് 2 എണ്ണം എന്താ വെച്ചാൽ ഇവരുടെ തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ
ഇതാവില്ല. ഒരുപാട് ചളി ഉണ്ട് വെച്ചിട്ടല്ല കേട്ടോ, ഇഷ്ടമല്ല, ചുളിഞ്ഞു പോകുള്ളൂ പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് വേഗം തിരുമ്പിയിട്ട് വരാം. ഇവിടെ കുറച്ച് വെയിൽ കുറവുണ്ട്. മൂച്ചിയുടെ വീട്ടിലാവുകൊണ്ട് കുറച്ച് വെയിൽ കുറവുണ്ട് ഇവിടെ അറിയാം. മൂച്ചിയുടെ വീട്ടിലാവുകൊണ്ട് കുറച്ച് വെയിൽ കുറവുണ്ട് ഇവിടെ. എന്താണല്ലേ ഇവിടൊക്കെ വെയിൽ. ഈ സോപ്പില്ലേ, സോപ്പിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോപ്പിന്റെ മണം ഇഷ്ടമാണോ? ഈ ഒരു പവർ സോപ്പിൻ്റെ മണം. എന്താണ് ഈ സോപ്പിന് ഇത്ര പ്രത്യേകത? പവർ സോപ്പിൻ്റെ ഒരു മണം നല്ല മണല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം അപ്പുറത്ത് പോയിട്ടേ കോരിയിട്ട് വന്നിട്ട് വേണം എനിക്ക് കുളിച്ചാൻ. എല്ലാം എടുത്ത് കളിച്ചാലേ ചിലപ്പോൾ ശരിയാവില്ല. വയ്യാതിരിക്കുന്ന ആൾക്കാരില്ലപ്പോൾ ബാത്റൂമിലേക്ക് പോകാനാണ് ഇഷ്ടംപോലെ വെള്ളം വേണ്ടല്ലേ ഏട്ടാ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. മഴ പെയ്യാൻ പ്രാർത്ഥിക്കുകയോ ഒന്നുമില്ലെങ്കിൽ എന്താ ടാപ്പിൽ വെള്ളം വരാൻ പ്രാർത്ഥിക്കില്ല ഏട്ടാ. ഏതെങ്കിലും ഒന്നുമില്ലേ, ഏതെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കിട്ടട്ടെ.